ഈ അപകടത്തിൽ മരിച്ച മലപ്പുറം ചങ്ങരംകുളം സ്വദേശിയായ മണികണ്ഠന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് വെടിക്കെട്ട് ജോലികൾക്കായി വീട്ടിൽ നിന്നും ഇദ്ദേഹം തൃശ്ശൂരിലേക്ക് മടങ്ങിയത്. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശാന്തകുമാർ, വളരെ സന്തോഷത്തോടു കൂടി ഒരു നാടിനെ മുഴുവൻ വർണ്ണക്കാഴ്ചകൾ കാണിക്കാനായി അതിൻ്റെ പണികളിൽ ഏർപ്പെടാൻ വേണ്ടി പോയ ആളാണ് നിശ്ചലനായി മടങ്ങിയത്. തീർച്ചയായും ചെയ്തു. അങ്ങനെ തന്നെ ഏറ്റവും ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ തിങ്കളാഴ്ചയാണ് അദ്ദേഹം ഈ ജോലികൾക്കായി ഈ തൃശ്ശൂരിലെ ഈ മുണ്ടത്തിക്കോടുള്ള ഈ നിർമ്മാണശാലയിലേക്ക് എത്തുന്നത്. നേരത്തെ പരിചയമുണ്ട് ഇത്തരം ജോലികളെല്ലാം ചെയ്ത് എന്ന് തന്നെയാണ് അറിയുന്നത്. അതിൻ്റെ ഭാഗമായാണ് തിങ്കളാഴ്ച അദ്ദേഹം ഇവിടെ എത്തിയത്. വലിയ തിരക്ക് പിടിച്ച ജോലികൾ തുടരുന്ന ഒരു സമയമായിരുന്നു. കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്, ഒപ്പം തന്നെ മറ്റ് പല വെടിക്കെട്ടുകളുടെയും കരാർ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതിനുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കേണ്ടത് ഈ കരാറുകാരൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അതാണ് കൂടുതൽ ജോലിക്കാർ അവിടെ ഉണ്ടാവാൻ കാരണമായത്. അപ്പോൾ അത്തരം സാധനങ്ങളെല്ലാം നിർമ്മിക്കുന്നതിനിടയിലാണ് ഇന്നലെ ഈ സ്ഫോടനം ഉണ്ടാവുന്നതും അദ്ദേഹം ഈ മണികണ്ഠൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. അതിൻ്റെ സംസ്കാര നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള തീരുമാനമാണ് കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു നഷ്ടം തന്നെ ഒരു കുടുംബനാഥനെ തന്നെയാണ് ഇതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത്. സേതു, സങ്കട കാഴ്ചകളാണ്, സങ്കടം നൽകുന്ന കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.